ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു. തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ ദൈവം നിരസിക്കുന്നില്ല. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന മനസ്സ്. അരിഷ്ടനും മനസ്സ് തകർന്നവനും ദൈവവചനത്തിൽ വിറയ്ക്കുന്നവനുമായ ഒരു മനുഷ്യനെപ്പോലെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കാതെ വെറും കൈയോടെ വിടുകയില്ല. നമ്മുടെ കഷ്ടങ്ങളിൽ ദൈവം ആശ്വാസകനായി, നമ്മുടെ വേദനകളിൽ ഏറ്റവും അടുത്ത തുണയായി അവിടുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. 123 സങ്കീർത്തനം 2 വചനം. ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് അവിടുന്ന് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇമ വെട്ടാതെ ഇമ പൂട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരെയാണ്? ദൈവത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? അവിടുന്ന് ഞങ്ങളോട് കൃപ ചെയ്യണം. ദൈവം കൃപ ചെയ്യേണ്ടതിന് നോക്കി പാർത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അവർക്കറിയാം, കൃപയില്ലാതെ അടുത്ത ചുവട് മുന്നോട്ട് വയ്ക്കുവാൻ കഴിയുകയില്ല. ജീവിതത്തിൻ്റെ സകല മേഖലകളിലും വിജയത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ദൈവകൃപയുടെ നിറവാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ കൃപ പ്രാപിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഭക്തൻ. യജമാനന്മാരുടെ കരചലനങ്ങൾ ദാസന്മാർ വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചിരുന്ന കാലഘട്ടമായിരുന്നു ഈ സങ്കീർത്തനം രചിക്കുന്ന കാലഘട്ടം. കൈകൊണ്ട് പലപ്പോഴും ആംഗ്യം കാട്ടിയാണ് യജമാനന്മാർ പലപ്പോഴും ദാസന്മാർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നത്. അനുസരണമുള്ള ദാസന്മാർ യജമാനന്മാരുടെ നിർദ്ദേശങ്ങൾ, ആജ്ഞകൾ മനസ്സിലാക്കുന്നത് അവരുടെ കൈകളിലെ ചലനങ്ങൾ നോക്കിയായിരുന്നു. ഇതുപോലെ നാമും ദൈവഹിതം അറിയുവാൻ വേണ്ടി ദൈവത്തിൻ്റെ കണ്ണുകളിലേക്ക്, ദൈവമുഖത്തേക്ക് നോക്കേണ്ടതാണ്. ദൈവം എന്താണ് നമ്മോട് അരുളി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ അരുളപ്പാട് എന്താണ് എന്ന് അറിയേണ്ടതിന് ഒരു ദാസൻ യജമാനൻ്റെ കരങ്ങളിലേക്ക് ഉറ്റുനോക്കുന്നത് പോലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് ഓരോ ദൈവമക്കളും നോക്കണം, നോക്കി പാർക്കണം. അതാണ് ദൈവം നമ്മോട് സംസാരിക്കുന്ന പ്രധാനപ്പെട്ടതായ കാര്യം. പലപ്പോഴും ദൈവശബ്ദം ആളുകൾക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല. ദൈവത്തിൻ്റെ ആലോചനകൾ ആളുകൾ പ്രാപിക്കുന്നില്ല. അതിൻ്റെ കാരണം ദൈവമുഖത്തേക്ക് നോക്കുവാനുള്ള സഹിഷ്ണുത നമുക്കില്ല എന്നുള്ളതാണ്. തിരിഹിതം മനസ്സിലാക്കി ഓരോ ചുവടുകളും വെക്കണം എന്നാണ് നമ്മുടെ അന്തരാത്മാ നമ്മോട് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ മുഖം അന്വേഷിപ്പിൻ എന്നുള്ള കൽപ്പന നമുക്കെല്ലാവർക്കും ദൈവം നൽകി തന്നിട്ടുണ്ട്. ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്ക് എന്ന പോലെ ആ നിർദ്ദേശത്തിൻ്റെ ആ ഘനം മനസ്സിലാക്കി, വില മനസ്സിലാക്കുവാനായിട്ട് ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്ക് നോക്കുന്നത് പോലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ, പ്രതീക്ഷയോടെ നോക്കുവാൻ നമുക്ക് നമ്മളെ സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് നോക്കുവാനുള്ള ഒരേ ഒരിടം ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വ്രതന്മാരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവം തങ്ങൾ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കുന്നവനാണ്. ദൈവത്തെ കാത്തിരിക്കുന്ന ആരും ഒരു നാളും ലജ്ജിച്ച് പോയിട്ടില്ല. യഹോവയെ കാത്തിരിക്കുന്നവരാണ് ശക്തി പ്രാപിക്കുന്നത്. അവരാണ് കഴുകന്മാരെ പോലെ ചിറകടിച്ച് അനുദിനം ഉയരങ്ങളിലേക്ക് പറക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും നാം എല്ലാവരും ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി, ദൈവഹിതത്തിനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ദൈവമുഖത്തേക്ക് ദൈവം നമ്മോട് അരുളി ചെയ്യുവോളം, ദൈവശബ്ദം കേൾക്കുവോളം കാത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നാം നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന വേഗതയിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിച്ചില്ല എന്ന് വന്നേക്കാം. എങ്കിലും ദൈവം നമ്മോട് കൃപ ചെയ്യുവോളം നാം പ്രാർത്ഥനയിൽ തുടരേണ്ടതാണ്. യേശു പറഞ്ഞു, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അനീതിയുള്ള ന്യായാധിപൻ്റെ അടുക്കൽ
വിധവ ചെന്ന് അവനെ അസഹ്യപ്പെടുത്തിയതുപോലെ പല പ്രാവശ്യം തൻ്റെ അപേക്ഷയുമായി അനീതിയുള്ള ന്യായാധിപൻ്റെ അടുക്കൽ ആരുമില്ലാത്ത വിധവ അവൾ നിരന്തരം കയറി ഇറങ്ങിയതുപോലെ ആവശ്യബോധത്തോടെ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നാം അടുത്ത് ചെല്ലേണ്ടതാണ്. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ നമ്മളെ ഓർപ്പിക്കുന്നു. ദൈവം രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? ദൈവം പ്രതീക്ഷിക്കുന്ന വേഗതയിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചില്ല എങ്കിലും കൃപ ചെയ്യുവോളും, നമ്മോട് കൃപ ചെയ്യുവോളും ദൈവം അനുഗ്രഹിക്കുന്നതിന് മുമ്പ് അവൻ നമ്മോട് കൃപ ചെയ്യും. ദൈവം കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കും. കൃപ ചെയ്യുവോളും നാം വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ, ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തെ ആരാധിപ്പാനും ദൈവഹിതം അറിയുവാനും നാം ചെയ്ത പ്രവൃത്തികൾ ദൈവത്തിന് പ്രസാദകരമായിരുന്നുവോ എന്ന് അന്വേഷിപ്പാനും ദൈവത്തിലുള്ള ആശ്രയം തീർച്ചയായിട്ടും നമ്മെ സഹായിക്കും. തങ്കിലേക്ക് നോക്കുന്നവരെ അവിടുന്ന് ശത്രുക്കളുടെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും വിടുവിച്ച് അവിടുത്തെ തണലിൽ മറയ്ക്കും എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. അതുകൊണ്ട് കൃപ ചെയ്യുവോളും ഓരോരുത്തരോടും ദൈവം കൃപ ചെയ്യട്ടെ. കൃപ ചെയ്യുവോളും ദൈവമുഖത്തേക്ക് നോക്കുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ മുഖത്തേക്ക് നിരന്തരം നോക്കുവാൻ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ വചനം കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം. കൃപ ചെയ്യുവോളും ദൈവമുഖത്തേക്ക് നോക്കുവാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ, രുചിച്ചു നോക്കി ഞാൻ